ഹായ് എവരി വൺ, വെൽക്കം ടു ലേൺ ടു സ്റ്റഡി. ഇന്നത്തെ വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ തേർഡ് സെമസ്റ്റർ ബികോമിലെ ബിസിനസ് റെഗുലേഷൻസിൻ്റെ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് 2021, 22, 23 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എയിൽ സെക്ഷൻ എയിലെയും സെക്ഷൻ ബിയിലും സെക്ഷൻ സിയിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ ഓരോ സെക്ഷൻസിൻ്റെയും ആൻസേഴ്സും സെപ്പറേറ്റ് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിൽ ഓരോ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്നും നമുക്ക് ഓരോ സെക്ഷൻ്റെയും സെപ്പറേറ്റ് ആൻസർ കീ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെഷനും കൂടെ, അങ്ങനെ 2 സെഷനായിട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതായത് 2021 ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ സെക്ഷൻ എ. സെക്ഷൻ എയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ എഗ്രിമെൻറ്റ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മീൻ ബൈ കപ്പാസിറ്റി ഓഫ് ദി പാർട്ടീസ് ഇൻ എ കോൺട്രാക്ട്. തേർഡ് ക്വസ്റ്റ്യൻ ഡിഫൈൻ കൺസിഡറേഷൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. സിക്സ്ത് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ വോയിഡ് എഗ്രിമെൻറ്റ്. സെവൻത് ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മീൻ ബൈ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ ലാപ്സ് ഓഫ് ടൈം. Then next question, what is quantum merit? Next question, what is specific guarantee? 10th question, what is a contract of bailment? Then 11th question, who is a substituted agent? 12th question, define contract of sale. Then 13th question, what is warranty? 14th question, what is an unpaid seller? 15th question, what is privity of consideration? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കോൺട്രാക്റ്റും അതുപോലെ തന്നെ എഗ്രിമെൻറ്റും ചാപ്റ്റർ 1 വരുന്നത്, മൊഡ്യൂൾ 1 വരുന്ന കോൺട്രാക്റ്റും എഗ്രിമെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ടൈപ്സ്, അതുപോലെ തന്നെ എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റ്, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺട്രാക്റ്റ്. അപ്പോൾ ഈ ടൈപ്സ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ്, ടൈപ്സ് ഓഫ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരും. അതോടൊപ്പം തന്നെ കോൺട്രാക്റ്റും എഗ്രിമെൻറ്റും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ക്വസ്റ്റ്യനായിട്ട് വരും. മാത്രമല്ല എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റും ടൈപ്സ് ഓഫ് എഗ്രിമെൻറ്റും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പോൾ കോൺട്രാക്റ്റും എഗ്രിമെൻറ്റും നമ്മൾ ഒട്ടും ഒഴിവാക്കാതെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ പാർട്ട് ബിയിൽ, സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. 16th question, distinguish between void agreement and voidable contract. ഞാൻ പറഞ്ഞില്ലേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ 17th question, explain different kinds of offers. ഓഫേഴ്സിൻ്റെ കൈൻഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ദെൻ 18th question, what are the exceptions to the general rule of no consideration, no contract. Then next, mere silence is not a fraud, give exceptions. അപ്പോൾ അടുത്തൊരു കൺസെപ്റ്റ് ആണ് എന്ത്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് മിയർ സൈലൻസ് ഈസ് നോട്ട് എ ഫ്രോഡ്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, നോ കൺസിഡറേഷൻ, നോ കോൺട്രാക്ട്. ദെൻ നെക്സ്റ്റ് 20th question, explain the essentials of wagering agreement. 21st question, mention the characteristics of a contract of guarantee. Then next question, explain district consumer protection councils. 23rd question, explain the features of limited liability partnership. Then section C, essay questions ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒട്ടും നമ്മളത് പഠിക്കാതിരിക്കരുത്, നന്നായി പഠിക്കുക. എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. 25th question, എക്സ്പ്ലെയിൻ ദി റെമഡീസ് അവൈലബിൾ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിനുള്ള റെമഡീസ് ഞാൻ പറഞ്ഞല്ലോ, കോൺട്രാക്റ്റും എഗ്രിമെൻറ്റും നന്നായിട്ട് പഠിക്കണം. 26th question, റൈറ്റ് ഇൻ ഡീറ്റെയിൽ ദി റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ഷുവർട്ടി. Then 27th question, explain the rights and duties of a bailer. Then 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എ സെക്ഷൻ എയിൽ വരുന്നത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ബിസിനസ് ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മീൻ ബൈ കപ്പാസിറ്റി ഓഫ് ദി പാർട്ടീസ് ഇൻ എ കോൺട്രാക്ട്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഫ്രീ കൺസെൻറ്റ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ഡിഫൈൻ കോയേഷൻ. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. Then sixth question, what is misrepresentation. Seventh question, what is unilateral mistake, types of mistakes ആണ്. Then next, what is a void agreement. Then next, what is wager. Then 10th question, what do you mean by discharge of contract by lapse of time. Repeated question ആണ്. അപ്പോൾ ഇവിടെ തന്നെ നോക്കി നോക്കൂ എത്ര റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 11th question, what is quantum merit. 12th question, what is specific guarantee. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 2022
2021 ക്വസ്റ്റ്യൻസ് നോക്കുക. 8ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, ക്വാണ്ടം മെറിറ്റ്, ദെൻ സ്പെസിഫിക് ഗ്യാരണ്ടി. അതേപോലെ തന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ യൂണിലാറ്ററൽ മിസ്റ്റേക്ക്, വോയിഡ് എഗ്രിമെന്റ്. ഇതൊക്കെ നമുക്ക് എന്താണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനൊക്കെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആണ്. ദെൻ 30th ക്വസ്റ്റ്യൻ, ഹു ഈസ് പോണി. ദെൻ 14th ക്വസ്റ്റ്യൻ, ഡിഫൈൻ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്. ദെൻ വാട്ട് ഈസ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. പാർട്ട് ബിയിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ, വട്ട് ആർ ദി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ വാലിഡ് ഓഫർ. 17th ക്വസ്റ്റ്യൻ, വെൻ ഡസ് ആൻ ഓഫർ കംസ് ടു ആൻ എൻഡ്. ദെൻ 18th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി റൂൾസ് റിഗാർഡിംഗ് മൈനേഴ്സ് എഗ്രിമെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, write down the difference between coercion and undue influence. Repeated question ആണ്. Okay. The next 20th question, distinguish between fraud and misrepresentation. 21st question, write down the difference between wagering and contract of insurance. Then 22nd question, what is the extent of liability of limited liability partnership. Then 23rd question, explain state commission. Then part C, essay questions ആണ്. 24th question, explain the rights and duties of a bailor. Repeated question ആണ്. നമുക്ക് 2021 റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദി റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ ബെയിലർ. 27th ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 25th ക്വസ്റ്റ്യൻ, ഹു ഈസ് ആൻ അൺപെയ്ഡ് സെല്ലർ, എക്സ്പ്ലെയിൻ ഹിസ് റൈറ്റ്. അൺപെയ്ഡ് സെല്ലറും 2021 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എസ് ആയിട്ടല്ല ചോദിച്ചത് മാത്രം. ഇവിടെ നമുക്ക് അൺപെയ്ഡ് സെല്ലർ എന്താണെന്നും അയാളുടെ റൈറ്റ്സും ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദി എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2021 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 24th ക്വസ്റ്റ്യൻ, എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ 27th ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി. അപ്പോൾ ഇത്രയാണ് 2022 ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എയിൽ വരുന്നത് 1ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ആൻ ഏലിയൻ എനിമി. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വട്ട് ഡു യു മീൻ ബൈ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വട്ട് ഈസ് ആൻ LLP എഗ്രിമെന്റ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വട്ട് ഡു യു മീൻ ബൈ ക്രോസ് ഓഫർ. Sixth question, what do you mean by revocation? Seventh question, what do you mean by simple guarantee? Then next, 8th question, define offer. 9th question, who is a sub-agent? Then 10th question, what do you mean by waiver? 11th question, what is gratuitous bailment? 12th question, what is a contract of guarantee? Then 13th question, what is the effect of coercion? Then next, 14th question, that is, what do you mean by warranty in sale of goods act? 15th question, what do you mean by privity of contract? അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ദെൻ പാർട്ട് ബിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പാർട്ട് ബിയിലെ 16ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്. ടൈപ്സ് ഓഫ് കോൺട്രാക്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസി കോൺട്രാക്ട്. Then 18th question, what are the essential elements of coercion? Coercion's essential elements. Then next, the 19th question, explain the doctrine of caveat emptor. What are the exceptions? Then 20th question, no consideration, no contract, explain. 2021 repeated question ആണ്. Then 21st question, who are the persons disqualified by other laws? Then next, 22nd question, explain the consumer dispute redressal agencies established under the Consumer Protection Act 1986. Then 23rd question, what are the rights of an agent? Then പാർട്ട് സിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് എ മിസ്റ്റേക്ക്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിസ്റ്റേക്സ്. Then 25th question, define contract, what are the essential elements of a valid contract, very important. Then 26th question, what do you mean by breach of contract? Explain the remedies available for breach of contract. Then 27th question, define bailment. Explain the rights of bailor and bailee. Repeated question ആണ്. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ 24th ക്വസ്റ്റ്യൻ ഒഴികെ. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്, 3 വർഷത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പാർട്ട് എന്റെ ആൻസർ കീസ് നോക്കാം. അപ്പോൾ സെറ്റ് 1 2021 ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ ആണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ എഗ്രിമെന്റ് എന്നായിരുന്നു. അപ്പോൾ എഗ്രിമെന്റിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഓക്കെ. അക്കോർഡിംഗ് ടു സബ്സെക്ഷൻ ഇ ഓഫ് സെക്ഷൻ 2 of the Indian Contract Act 1872, an agreement is defined as, എന്താണ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, that is every promise and every set of promises forming the consideration for each other is an agreement.
അപ്പം എവരി പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാഗ്ദാനം അല്ലെ? അപ്പോൾ ഓരോ വാഗ്ദാനങ്ങളും ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമിസസ് അല്ലെങ്കിൽ ഓരോ കൂട്ടം വാഗ്ദാനങ്ങളും ദാറ്റ് ഫോംസ് ദി കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ, അതായത് അത് പരസ്പരം പരിഗണന നൽകുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പരസ്പരം പരിഗണന നൽകുന്ന ഓരോ വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ ഒരു കൂട്ടം വാഗ്ദാനങ്ങളെയാണ് നമ്മൾ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു സെക്ഷൻ 2E of the Indian Contract Act 1872. അപ്പോൾ ഇവിടെ certain explanations പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്താണ് പ്രോമിസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. മീനിങ് ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്രോമിസ് ഈസ് ക്രിയേറ്റഡ് വെൻ വൺ പാർട്ടി മേക്സ് എ പ്രൊപ്പോസൽ ആൻഡ് ദി അതർ പാർട്ടി സിഗ്നിഫൈസ് ദെയർ ആക്സെപ്റ്റൻസ് ഓഫ് ഇറ്റ്. ദാറ്റ് ഈസ് സബ്സെക്ഷൻ ബി ഓഫ് സെക്ഷൻ 2 ഡിഫൈൻ ചെയ്യുന്നതാണ്. പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പാർട്ടി ഒരു പ്രപ്പോസൽ മേക്ക് ചെയ്യും, അതായത് ഒരു പാർട്ടി ഒരു ഓഫർ വെക്കും. പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓഫർ. ഒരു പാർട്ടി ഒരു ഓഫർ വെക്കും, മറ്റേ പാർട്ടി ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ അവിടെ ഒരു ഓഫറും ഉണ്ടാവണം, അതേപോലെ തന്നെ ഒരു ആക്സെപ്റ്റൻസും ഉണ്ടാവണം. അപ്പം ഒരു പാർട്ടി ഒരു ഓഫർ നൽകുമ്പോൾ, ഒരു ഓഫർ നൽകുക അല്ലെങ്കിൽ സൃഷ്ടിക്കുമ്പോൾ മറ്റേ പാർട്ടി അത് എന്ത് ചെയ്യണം? അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? പ്രോമിസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോമിസിന്റെയും ഡെഫിനിഷൻ എക്സാമിന് ചോദിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കൺസിഡറേഷൻ. എന്താണ് കൺസിഡറേഷൻ? അപ്പൊ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ എഗ്രിമെന്റ് മസ്റ്റ് ഇൻവോൾവ് ആൻ എക്സ്ചേഞ്ച് ഓഫ് കൺസിഡറേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്രോമിസ് ആണ്. എഗ്രിമെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് പ്രോമിസ് ആണ്. പ്രോമിസ് എന്ന് പറഞ്ഞാൽ എ പ്രോമിസ് ഈസ് ക്രിയേറ്റഡ് വെൻ വൺ പാർട്ടി മേക്സ് എ പ്രൊപ്പോസൽ ഓർ ഓഫർ ആൻഡ് ദി അതർ പാർട്ടി സിഗ്നിഫൈസ് ദെയർ ആക്സെപ്റ്റൻസ് ഓഫ് ഇറ്റ്. അപ്പോൾ സബ്സെക്ഷൻ ബി ഓഫ് സെക്ഷൻ 2, ദാറ്റ് ഈസ് സെക്ഷൻ 2B പറയുന്നത് പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വാഗ്ദാനം നൽകുകയാണ്. അപ്പോൾ പ്രോമിസ് ഈസ് ക്രിയേറ്റഡ് വെൻ വൺ പാർട്ടി മേക്സ് എ പ്രൊപ്പോസൽ ഓർ ഓഫർ. അപ്പോൾ ഒന്നാമത്തെ പാർട്ടി എന്ത് ചെയ്യും? ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഒരു ഓഫർ വെക്കും. രണ്ടാമത്തെ പാർട്ടി അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ് എന്ത് വരുന്നത്? പ്രോമിസ് വരുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇഫ് എ ഓഫേഴ്സ് ടു സെൽ ഹിസ് കാർ ടു ബി ഫോർ 1 lakh rupees and B accept it, a promise is formed. അപ്പോൾ എ അയാളുടെ കാറ് 1 ലക്ഷം രൂപയ്ക്ക് ബിക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഓഫർ കൊടുക്കുകയാണ്, അതായത് ബിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഓഫർ കൊടുക്കുകയാണ്. അപ്പോൾ എ പറയാണ് 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ എൻ്റെ കാറ് തരാം. അപ്പോൾ ബി ആ ഒരു ഓഫർ അല്ലെങ്കിൽ ആ പ്രപ്പോസൽ ബി ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓഫറും വന്നു, അതേപോലെ തന്നെ എന്തും വന്നു? ആക്സെപ്റ്റൻസും വന്നു. അപ്പോൾ ഒരു ഓഫറും ഒരു ആക്സെപ്റ്റൻസും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രോമിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് കൺസിഡറേഷൻ. അപ്പോൾ ഈ പ്രോമിസ് അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന ഓഫർ, ആക്സെപ്റ്റൻസ് ഒരു മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an agreement must involve an exchange of consideration which refers to something of value promised by both parties. അതായത് പരിഗണന അല്ലെ? കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പരിഗണന. അപ്പൊ പരിഗണന എന്ന് പറയുന്നത് ഒരു മൂല്യത്തെയാണ് വാഗ്ദാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മൂല്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വാഗ്ദാനം, വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോമിസ് നൽകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കൺസിഡറേഷൻ. അപ്പൊ രണ്ടുപേര് തമ്മിൽ ഒരു പ്രോമിസ് നൽകുമ്പോൾ ആ പ്രോമിസിൽ ഒരു മൂല്യം ഉണ്ടായിരിക്കണം. ഇപ്പൊ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു, ഇപ്പൊ എ എന്നുള്ള പേഴ്സൺ ബിക്ക് കാറ് വിൽക്കാണ്. എത്ര രൂപക്കാണ് വിൽക്കുന്നത്? 1 ലക്ഷം രൂപക്കാണ് വിൽക്കുന്നത്. ബി ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യണമുണ്ട്. അപ്പൊ അവിടെ എ ബിക്ക് കാറ് കൊടുക്കുമ്പോൾ ബിനെ സംബന്ധിച്ചിട്ട് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ആ കാറാണ്. ബി എക്ക് 1 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ എനെ സംബന്ധിച്ച് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ആ 1 lakh rupees ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? അവിടെ എഗ്രിമെന്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ അതാണ് കൺസിഡറേഷൻ. ദസ് ആൻ എഗ്രിമെന്റ് ഈസ് എസെൻഷ്യലി എ കോമ്പിനേഷൻ ഓഫ് എ പ്രൊപ്പോസൽ ആൻഡ് ഇറ്റ്സ് ആക്സെപ്റ്റൻസ് സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ. അപ്പൊ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ ഓഫ് പ്രൊപ്പോസൽ ഓർ ഓഫർ ആൻഡ് ഇറ്റ്സ് ആക്സെപ്റ്റൻസ് സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ. എഗ്രിമെന്റിൽ ഓഫറും ഉണ്ട്, ആക്സെപ്റ്റൻസും ഉണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കൺസിഡറേഷനും ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു എഗ്രിമെന്റ് ആവുള്ളൂ. അപ്പൊ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് പ്ലസ് എന്താണ്? കൺസിഡറേഷൻ. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് എന്ത് ചെയ്യുക? അതൊരു എഗ്രിമെന്റ് ആവുക. അപ്പൊ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ഓഫ് പ്രോമിസ് ആണ്, അല്ലെങ്കിൽ എവരി പ്രോമിസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോമിസസ് ആണ് ഫോമിങ് ദി കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. ഓക്കെ, അപ്പൊ അവിടെ ഒരു കൺസിഡറേഷൻ മുഖേനയാണ് നമ്മളൊരു പ്രോമിസ് സെറ്റ് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ഇൻ എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിലുള്ള പാർട്ടികളുടെ കപ്പാസിറ്റി പറഞ്ഞാൽ എന്താണ്? അവരുടെ ശേഷി. അതിനെയാണ് നമ്മൾ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. അതായത് ഒരു കോൺട്രാക്റ്റിലുള്ള
പാർട്ടീസിന്റെ കക്ഷികളുടെ ശേഷിയാണ്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? കപ്പാസിറ്റി റെഫേഴ്സ് ടു ദി ലീഗൽ എബിലിറ്റി ഓഫ് പാർട്ടീസ് ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസിന്റെ ലീഗൽ എബിലിറ്റി, അപ്പൊ നിയമപരമായിട്ടുള്ള അവരുടെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കപ്പാസിറ്റി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, individuals must be of legal age, that is 18 years old, of sound mind and not disqualified by law. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ലീഗൽ എബിലിറ്റി ഓഫ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടീസിൽ ഉള്ള ഇൻഡിവിജ്വൽസ് മസ്റ്റ് ബി ഓഫ് ലീഗൽ ഏജ്. അപ്പോൾ അവർ ലീഗൽ ഏജ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം, അതായത് 18 വയസ്സ് തികഞ്ഞവരായിരിക്കണം. രണ്ടാമത്തത് ഓഫ് സൗണ്ട് മൈൻഡ് ആണ്. അപ്പോൾ സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മാനസികപരമായിട്ടുള്ള നമ്മളുടെ എബിലിറ്റി കറക്റ്റ് ആയിരിക്കണം, അതായത് അൺസൗണ്ട് പേഴ്സൺ ആയിരിക്കരുത്. നമുക്ക് എന്തെങ്കിലും മാനസികപരമായിട്ട് എന്തെങ്കിലും പിരിമുറുക്കോ അല്ലെങ്കിൽ അതിന് ശേഷി കുറവോ ഉള്ള ആളായിരിക്കരുത് എന്നർത്ഥം. ആൻഡ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ, അപ്പം നിയമപ്രകാരം ഡിസ്ക്വാളിഫൈ ചെയ്ത പേഴ്സണും ആയിരിക്കരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജയിൽ പുള്ളികളായിരിക്കരുത്. ജയിൽ പുള്ളികളായിട്ടൊക്കെ ഉള്ള കരാറ് അതത്ര സാധു ആയിക്കോളും, ലീഗൽ ആയിക്കോളണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട് ഏലിയൻ എനിമീസ് കൺവിക്ട്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ടു എൻറ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. അപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലുള്ള പാർട്ടീസ് 1 18 വയസ്സ് തികഞ്ഞവരായിരിക്കണം, 2 സൗണ്ട് മൈൻഡ് ഉള്ള പേഴ്സൺസ് ആയിരിക്കണം, 3 നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ അങ്ങനെ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള പേഴ്സൺസ് ആണ് ലീഗൽ എബിലിറ്റി തികഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ഇൻ എ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൺസിഡറേഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് കൺസിഡറേഷൻ. എന്താ കൺസിഡറേഷൻ? കൺസിഡറേഷൻ ഈസ് ദി വാല്യൂ ഇൻ ടേംസ് ഓഫ് മണി, സർവീസ് ഓർ ഗുഡ്സ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ദി പാർട്ടീസ് ഇൻ എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള പാർട്ടീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺസിഡറേഷൻ മേ ബി ഇൻ ടേംസ് ഓഫ് മണി, ക്യാഷിന്റെ രൂപത്തിലായിരിക്കാം, സർവീസിന്റെ രൂപത്തിലായിരിക്കാം, ഗുഡ്സിന്റെ രൂപത്തിലായിരിക്കാം. ദെൻ ഇറ്റ് ഈസ് നെസറി എലമെന്റ് ടു മേക്ക് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഇപ്പോൾ ഒരു എഗ്രിമെന്റിനെ നിയമപരമാക്കണമെന്നുണ്ടെങ്കിൽ കൺസിഡറേഷൻ എന്താണ്? ഒരു എസെൻഷ്യൽ എലമെന്റ് ആണ്, ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്? കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അപ്പോൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്? അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഒക്കേഴ്സ് when one party dominates the will of another party, taking unfair advantages of their position, then it makes the contract voidable at the option of the influenced party. അതായത് എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്? അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ട് ഒരു കാര്യത്തിൽ സ്വാധീനിക്കപ്പെടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ സ്വാധീനിക്കുക എന്നുള്ളതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു എഗ്രിമെന്റ് വെക്കുമ്പോൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഒക്കേഴ്സ് വെൻ വൺ പാർട്ടി ഡോമിനേറ്റ്സ് ദി വിൽ ഓഫ് അനദർ പാർട്ടി. അതായത് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയുടെ വില്ലിനെ, അവരുടെ ഇച്ഛാശക്തിനെ, വില്ലില് നമ്മളൊരു ഡോമിനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിലൊരു ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ അനുമതി ഇല്ലാതെ അയാളുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ഒരു ആധിപത്യം നമ്മൾ ഡോമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടേക്കിംഗ് അൺഫെയർ അഡ്വാൻറ്റേജസ് ഓഫ് ദെയർ പൊസിഷൻ. അതായത് അവരുടെ പൊസിഷൻ നമ്മൾ അനാവശ്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അന്യായമായിട്ട് നമ്മളത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് അവരെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ അവരുടെ വില്ലില് നമ്മൾ സ്വാധീനം ചെലുത്തുക എന്നുള്ളതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇറ്റ് മേക്സ് ദി കോൺട്രാക്ട് വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി ഇൻഫ്ലുവൻസ്ഡ് പാർട്ടി. അപ്പോൾ ഇത് കോൺട്രാക്ട് വോയിഡബിൾ ആക്കും. അതായത് കോൺട്രാക്ട് വോയിഡബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രാക്റ്റിനെ അസാധുവാക്കും. എങ്ങനെ? ഇറ്റ് മേക്സ് ദി കോൺട്രാക്ട് വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി ഇൻഫ്ലുവൻസ്ഡ് പാർട്ടി. അപ്പോൾ ആ ഇൻഫ്ലുവൻസ്ഡ് പാർട്ടിൻ്റെ, അതായത് ഇൻഫ്ലുവൻസ്ഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്വാധീനിച്ചിട്ടുള്ള പാർട്ടി. അപ്പോൾ ഈ സ്വാധീനിച്ചിട്ടുള്ള പാർട്ടീൻ്റെ ഓപ്ഷനിൽ ഇത് കരാറിനെ അസാധുവാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ട് ഒരു പാർട്ടി മറ്റൊരു പാർട്ടീനെ ഡോമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ സ്വാധീനം ചെലുത്തുക എന്നുള്ളതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. A unilateral mistake arises when one party is mistaken about a fundamental aspect of the contract while the other party is aware of the true facts. അപ്പോൾ ഒരു പാർട്ടിക്ക് ആ കോൺട്രാക്റ്റിൻ്റെ ട്രൂ ഫാക്ട്സിനെ കുറിച്ചിട്ട്, അതായത് ഒരു പാർട്ടിക്ക് അതിൻ്റെ യഥാർത്ഥ വസ്തുതകളെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം, പക്ഷേ മറ്റേ പാർട്ടി എന്ത് ചെയ്യാണ്? അതിൻ്റെ ഫണ്ടമെൻ്റൽ ആസ്പെക്ട്സിനെ, അതായത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വശങ്ങളെ തെറ്റിദ്ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് വോയിഡ് എഗ്രിമെന്റ്. വോയിഡ് എഗ്രിമെന്റ് എന്താണ്? വോയിഡ് എഗ്രിമെന്റ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കരാർ അസാധുവാവുക എന്നുള്ളതാണ് അർത്ഥം.
ഓക്കെ, അപ്പോൾ എ വോയിഡ് എഗ്രിമെന്റ് ഈസ് വൺ ദാറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ആൻഡ് ഹാസ് നോ ലീഗൽ എഫക്ട് ഫ്രം ദി ഔട്ട്സെറ്റ്. ഓക്കെ, അപ്പോൾ വോയിഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ എഗ്രിമെന്റ് അസാധുവായി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു എഗ്രിമെന്റ്, ഒരു ഉടമ്പടി, നമ്മളുടെ ആ ഉടമ്പടി അല്ലെങ്കിൽ എഗ്രിമെന്റ് അസാധുവായി എന്നാണ് അർത്ഥം. എ വോയിഡ് എഗ്രിമെന്റ് ഈസ് വൺ ദാറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. അപ്പോൾ നിയമപ്രകാരം അല്ലെങ്കിൽ നിയമപരമായിട്ട് അത് നടപ്പിലാക്കാനായിട്ട് നമുക്ക് സാധിക്കൂല. അപ്പോൾ എന്താണ് വോയിഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ? ഒരു വോയിഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപ്രകാരം നടപ്പിലാക്കാൻ കഴിയാത്തതും ആദ്യം മുതൽക്ക് തന്നെ നിയമപരമായിട്ട് പ്രാബല്യത്തിലല്ലാത്തതുമായിട്ടുള്ള എഗ്രിമെന്റ് ആണ് വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വോയിഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ആൻഡ് ഹാസ് നോ ലീഗൽ എഫക്ട് ഫ്രം ദി ഔട്ട്സെറ്റ്. ആദ്യം തന്നെ അതിനെന്താണ് ലീഗൽ എഫക്റ്റ് ഇല്ല എന്നർത്ഥം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ. ഇപ്പോൾ കൺസിഡറേഷൻ ഇല്ലാതെ നമ്മളൊരു എഗ്രിമെന്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വോയിഡ് എഗ്രിമെന്റ് ആണ്. ഓർ എഗ്രിമെന്റ് വിത്ത് അൺലോഫുൾ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അൺലോഫുൾ ആയിട്ടുള്ള, അതായത് നമുക്ക് നിയമപരമായിട്ട് അസാധുവായിട്ടുള്ള അല്ലെങ്കിൽ സാധ്യത ഇല്ലാത്ത ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു എഗ്രിമെന്റ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വോയിഡ് എഗ്രിമെന്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദാറ്റ് ഈസ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ ലാപ്സ് ഓഫ് ടൈം. അപ്പോൾ സമയപരിധി പ്രകാരം ഒരു കരാറ് ഡിസ്ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് പ്രകാരം നമ്മളൊരു കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ്ഡ് ബൈ ലാപ്സ് ഓഫ് ടൈം when the time limit prescribed under the Limitation Act expires, making it unenforceable in a court of law. അതായത് ലിമിറ്റേഷൻ ആക്ട് പ്രകാരം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ടൈം ലിമിറ്റ് എക്സ്പയർഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ കോൺട്രാക്ട് ബൈ ലാപ്സ് ഓഫ് ടൈം അത് എന്ത് ചെയ്തു, ഡിസ്ചാർജ് ചെയ്തു എന്നാണ് അർത്ഥം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം നമ്മളൊരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഒരു കോൺട്രാക്റ്റിന്. അപ്പോൾ ആ ടൈം എക്സ്പയർഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു കോടതിയിലും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. അത് നടപ്പിലാക്കാൻ കഴിയാത്ത വിധം ആ കോൺട്രാക്ട് കാലഹരണപ്പെട്ടു എന്നുള്ളതാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ ലാപ്സ് ഓഫ് ടൈം. ദെൻ നെക്സ്റ്റ് ക്വാണ്ടം മെറിറ്റ് ആണ്. ഇപ്പോൾ ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മലയാള മീനിങ് എന്ന് പറഞ്ഞാൽ സമ്പാദിച്ച അത്രയും എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആസ് മച്ച് ആസ് ഈസ് ഏൺഡ്. നമ്മൾ സമ്പാദിച്ച അത്രയും, എത്രത്തോളം നമ്മൾ സമ്പാദിച്ചോ അത്രയും. Then it refers to the reasonable compensation due to a party for service or goods provided when a contract is partially performed or breached. ഓക്കെ, അപ്പോൾ ക്വാണ്ടം ഓഫ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് അത് നമ്മൾ പാർഷ്യലി പെർഫോം ചെയ്തു, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് നമ്മൾ പാർഷ്യലി ബ്രീച്ച് ചെയ്തു, അതായത് അത് നമ്മൾ പകുതി ആ കോൺട്രാക്റ്റ് നമ്മൾ നിർവഹിച്ചു, പകുതി അതിനെ ലംഘിച്ചു. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്തായാലും എന്ത് കൊടുക്കേണ്ടി വരും? ഒരു കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ചെയ്യുമ്പോൾ നൽകുന്ന സേവനങ്ങൾക്കോ അല്ലെങ്കിൽ ഗുഡ്സിനോ ഒരു കക്ഷി നൽകേണ്ട ന്യായമായ നഷ്ടപരിഹാരം, കോമ്പൻസേഷനെയാണ് എന്തെന്ന് പറയുന്നത്? ക്വാണ്ടം ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്പെസിഫിക് ഗ്യാരണ്ടി. അപ്പോൾ സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്പെസിഫിക് ഗ്യാരണ്ടി ഈസ് എ ഗ്യാരണ്ടി ഫോർ എ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഓർ ഡെപ്റ്റ് ആൻഡ് ഇറ്റ് കംസ് ടു ആൻ എൻഡ് വൺസ് ദി ഗ്യാരണ്ടീഡ് ഒബ്ലിഗേഷൻ ഈസ് ഫുൾഫിൽഡ്. അപ്പോൾ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ഒരു ഡെപ്റ്റിനോ നമ്മൾ നൽകുന്ന ഗ്യാരണ്ടീനെയാണ് ഗ്യാരണ്ടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അവസാനിക്കുന്നത് ആ ഗ്യാരണ്ടിയിൽ പറഞ്ഞിട്ടുള്ള ഒബ്ലിഗേഷൻ അത് ഫുൾഫിൽ ചെയ്തെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഗ്യാരണ്ടിക്ക് എന്ത് നടക്കും? അതിനൊരു എൻഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് സ്പെസിഫിക് ഗ്യാരണ്ടി. ദെൻ നെക്സ്റ്റ് കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ്. ബെയിൽമെന്റ് പറഞ്ഞാൽ എന്താണ്? ജാമ്യം അല്ലേ? അപ്പോൾ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ ജാമ്യത്തിനുള്ള കരാറ്. A contract of bailment involves the delivery of goods by one party, that is bailer, to another party, that is bailee, for a specific purpose under an agreement that the goods will be returned or otherwise disposed of after the purpose is fulfilled. അപ്പോൾ എന്താ പറയുന്നത്? ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ബെയിലറാണ് അല്ലേ? അപ്പോൾ ബെയിൽമെന്റിൽ രണ്ട് പാർട്ടിയാണ് വരുന്നത്, ഒന്ന് ബെയിലറും രണ്ടാമത്തേത് ബെയിലിയും. അപ്പോൾ ബെയിലർ എന്ന് പറയുമ്പോൾ ദി ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പാർട്ടി. അപ്പോൾ ഗുഡ്സ് ആരാണോ ഡെലിവറി ചെയ്യുന്നത് ആ പാർട്ടീനെയാണ് നമ്മൾ ബെയിലർ എന്ന് പറയുന്നത്. ടു അനദർ പാർട്ടി, ആർക്കാണോ നൽകുന്നത് ആ പാർട്ടീനെയാണ് ബെയിലി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് ഒരു പാർട്ടി, ദാറ്റ് ഈസ് ബെയിലർ, മറ്റൊരു പാർട്ടിക്ക്, ദാറ്റ് ഈസ് ബെയിലിക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ആ കോൺട്രാക്ട് കംപ്ലീറ്റ് ആവും.
എപ്പോൾ നമ്മൾ സാധനങ്ങൾ നൽകുമ്പോൾ ഗുഡ്സ് നൽകുമ്പോൾ ദാറ്റ് ഈസ് അണ്ടർ ആൻ എഗ്രിമെന്റ് ദാറ്റ് ദി ഗുഡ്സ് വിൽ ബി റിട്ടേൺഡ് ഓർ അതർവൈസ് ഡിസ്പോസ്ഡ് ഓഫ് ആഫ്റ്റർ ദി പർപ്പസ് ഈസ് ഫുൾഫിൽഡ്. നമ്മൾ എന്ത് പർപ്പസിനാണോ ഗുഡ്സ് കൊടുത്തിട്ടുള്ളത്, ബെയിലർ ബെയിലിക്ക് കൊടുത്തിട്ടുള്ളത്, ആ പർപ്പസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ ഗുഡ്സ് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ സാധനങ്ങൾ നമ്മൾ നീക്കം ചെയ്യണം, അത് ഡിസ്പോസ് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ കരാറ് അവസാനിക്കുകയും ചെയ്യും. അതാണ് കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ്. ദെൻ നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറഞ്ഞാൽ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പകരക്കാരൻ. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറഞ്ഞാൽ പകരക്കാരനായിട്ടുള്ള ഏജന്റ്. എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ആൻ ഏജന്റ് വിത്ത് ദി പ്രിൻസിപ്പൽസ് അപ്രൂവൽ ടു പെർഫോം സർട്ടൻ ആക്ട്സ് ഓൺ ബിഹാഫ് ഓഫ് ദി പ്രിൻസിപ്പൽ. അപ്പൊ പ്രിൻസിപ്പലിന് പകരമായിട്ട് പ്രിൻസിപ്പലിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേഴ്സണിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പലിന് വേണ്ടി ചില പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ആ പ്രിൻസിപ്പലിന്റെ അംഗീകാരത്തോട് കൂടിയിട്ട് നമ്മളൊരു ഏജന്റിനെ നിയമിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഏജന്റിനെ നമ്മൾ പകരം നിയമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കോൺട്രാക്ട് ഓഫ് സെയിൽ ആണ്. അപ്പോൾ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വിൽപ്പന കരാറ് അല്ലേ. അപ്പോൾ ഈ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് ആൻ എഗ്രിമെന്റ് വെർ ദി സെല്ലർ ട്രാൻസ്ഫേഴ്സ് ഓർ എഗ്രീസ് ടു ട്രാൻസ്ഫർ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ടു ദി ബയർ ഫോർ എ പ്രൈസ്. അപ്പം കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗ്രിമെന്റ് ആണ്. അവിടെ സെല്ലർ എഗ്രീസ് ടു ട്രാൻസ്ഫർ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ്. അവിടെ സെല്ലർ അദ്ദേഹത്തിന്റെ ഗുഡ്സിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ള ഒരു എഗ്രിമെന്റ് പ്രൊവൈഡ് ചെയ്യാണ്. ആർക്ക്? അത് ബയറിന് ഒരു പെർട്ടിക്കുലർ പ്രൈസിന് അയാൾ അതിന്റെ ഓണർഷിപ്പ് നൽകുക എന്നുള്ള ഒരു കരാറിൽ ഏർപ്പെടുന്നതാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. സെല്ലർ ഒരു പ്രൈസിന് ഗുഡ്സിന്റെ ഓണർഷിപ്പ് അത് വാങ്ങുന്ന ആൾക്ക്, അതായത് അതിന്റെ ബയറിന് കൈമാറുന്നതോ അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നതോ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു കരാറാണ് എന്ത്, കോൺട്രാക്ട് ഓഫ് സെയിൽ അല്ലെങ്കിൽ വിൽപ്പന കരാർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാറണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്. അതായത് എ വാറണ്ടി ഈസ് എ സെക്കൻഡറി കണ്ടീഷൻ ഇൻ എ കോൺട്രാക്ട് ബ്രീച്ച് ഓഫ് വിച്ച് ഗിവ്സ് ദി എഗ്രീവ്ഡ് പാർട്ടി ദി റൈറ്റ് ടു ക്ലെയിം ഡാമേജസ്. ഓക്കെ, അപ്പോൾ ഇവിടെ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സെക്കൻഡറി ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. ഒരു കോൺട്രാക്റ്റിൽ സെക്കൻഡറി ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് വാറണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, എ കോൺട്രാക്ട് ബ്രീച്ച് ഓഫ് വിച്ച് ഗിവ്സ് ദി എഗ്രീവ്ഡ് പാർട്ടി ദി റൈറ്റ് ടു ക്ലെയിം ഡാമേജസ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രീച്ച് എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു നാശനഷ്ടം വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള അവകാശമാണ്. പക്ഷെ കരാറ് നിരസിക്കാനുള്ള അവകാശം നൽകണമില്ല. ഓക്കെ, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാറണ്ടി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അൺപെയ്ഡ് സെല്ലർ. ആൻ അൺപെയ്ഡ് സെല്ലർ ഈസ് എ പേഴ്സൺ ഹു ഹാസ് സോൾഡ് ഗുഡ്സ് ബട്ട് ഹാസ് നോട്ട് റിസീവ്ഡ് ഫുൾ പേയ്മെന്റ് ഓർ whose conditional payment, for example check, has been dishonored. Unpaid seller എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a person who has sold goods. അദ്ദേഹം ഒരു ഗുഡ്സ് വിറ്റു, പക്ഷെ അതെന്താണ്, ബട്ട് ഹാസ് നോട്ട് റിസീവ്ഡ് ഫുൾ പേയ്മെന്റ്. അയാൾക്ക് ഫുൾ പേയ്മെന്റ് റിസീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അവിടെ എന്താണ് ഒരു ഡിസോണേർഡ് ആയിട്ടുള്ള ചെക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കണ്ടീഷണൽ പേയ്മെന്റ് എന്ന് പറയുന്നത് ഹാസ് ബീൻ ഡിസോണേർഡ് ആണ്. ഓക്കെ, സോ അതാണ് അൺപെയ്ഡ് സെല്ലർ. അപ്പോൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ വിറ്റിട്ടും നമുക്ക് മുഴുവൻ എമൗണ്ടും മുഴുവൻ പേയ്മെൻറ്റും ലഭിക്കാത്തതോ അല്ലെങ്കിൽ അത് മാനിക്കപ്പെടാത്തതോ ആയിട്ടുള്ള വ്യക്തിയാണ് എന്ത്, ഒരു അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രൈവറ്റി ഓഫ് കൺസിഡറേഷൻ. പ്രൈവറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻ്റെ സ്വകാര്യത, അതായത് പരിഗണനൻ്റെ സ്വകാര്യതയാണ് ഉദ്ദേശിക്കുന്നത്. പ്രൈവറ്റി ഓഫ് കൺസിഡറേഷൻ മീൻസ് ദാറ്റ് ഓൺലി ദി പേഴ്സൺ who has provided consideration in a contract can enforce it, not a third party. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഇപ്പോൾ പരിഗണന നൽകിയ വ്യക്തിക്ക് മാത്രമേ അത് നടപ്പിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പ്രൈവറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഒരു തേർഡ് പാർട്ടിക്ക് അത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രൈവറ്റി ഓഫ് കൺസിഡറേഷൻ. അപ്പോൾ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള പേഴ്സൺ ആരാണോ, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൽ നമ്മൾ പരിഗണന നൽകിയിട്ടുള്ള വ്യക്തി ആരാണോ അയാൾക്ക് മാത്രമേ അത് നടപ്പിലാക്കാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, ഇത്രയാണ് നമുക്ക് 2021 ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ എ അല്ലെങ്കിൽ പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ദെൻ സെറ്റ് 2 2022 ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ബിസിനസ് ലോ, ദാറ്റ് ഈസ് ഡിഫൈൻ ബിസിനസ് ലോ ആണ്. ബിസിനസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ദി ബ്രാഞ്ച് ഓഫ് ലോ ദാറ്റ് ഗവേൺസ് ബിസിനസ് പ്രാക്ടീസസ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്. അപ്പോൾ ഒരു ബിസിനസിന്റെ പ്രാക്ടീസസ് അല്ലെങ്കിൽ ബിസിനസിന്റെ റൈറ്റ്സ്, അതിന്റെ ഒബ്ലിഗേഷൻസ് ഒക്കെ കാണിക്കണം, അല്ലെങ്കിൽ അത് ഗവേൺ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് ലോ, നിയമത്തിന്റെ ഒരു ബ്രാഞ്ച്, അതാണ് എന്താന്ന് പറയുന്നത്, ബിസിനസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് ബിസിനസ് ലോ, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു SR Dawar, ബിസിനസ് ലോ മീൻസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് ലോ വിച്ച് ഈസ് അപ്ലിക്കബിൾ ടു ഓർ കൺസേൺഡ് വിത്ത് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ കണക്ഷൻ വിത്ത് വേരിയസ് മെർക്കൻറ്റൈൽ ഓർ ബിസിനസ് ട്രാൻസാക്ഷൻസ്.
ദാറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ലോ ആണ്. ഇപ്പോൾ നിയമത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അത് നമ്മൾ അപ്ലിക്കബിൾ ആക്കുന്നത് ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആൻഡ് ട്രേഡ് ആയിട്ട് കൺസേൺഡ് ആണ് ഇൻ കണക്ഷൻ വിത്ത് വേരിയസ് മെർക്കൻറ്റൈൽ ഓർ ബിസിനസ് ട്രാൻസാക്ഷൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. അത് നമ്മൾ 2021 സെറ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദ നെക്സ്റ്റ് ഫ്രീ കൺസെന്റ്. കൺസെന്റ് ഈസ് ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ഓർ മിസ്റ്റേക്ക്. അപ്പോൾ മിസ്റ്റേക്കിലോ മിസ്റെപ്രസെൻറ്റേഷനിലോ ഇൻഫ്ലുവൻസിലോ ഫ്രോഡിലോ അല്ലെങ്കിൽ അൺഡു ഇൻഫ്ലുവൻസിലോ അല്ലെങ്കിൽ ഫ്രോഡിലോ കൊയേഷനിലോ അതായിട്ടൊന്നും ഇൻഫ്ലുവൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ കൺസെൻറ്റ് ഈസ് ഫ്രീ ആണ്. ദ നെക്സ്റ്റ് കൊയേഷൻ ആണ്. കൊയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിങ് സംവൺ ഇൻ ടു എ കോൺട്രാക്ട് ത്രൂ ത്രെഡ്സ്, ഫോഴ്സ് ഓർ അൺലോഫുൾ ആക്ട്സ്. ഇപ്പോൾ കൊയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലപ്രയോഗമാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്യാണ് ഒരാളെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ത്രെട്ടിലൂടെ, ഭീഷണിയിലൂടെയോ അല്ലെങ്കിൽ ഒരു ഫോഴ്സിലൂടെയോ അല്ലെങ്കിൽ അൺലോഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആക്റ്റിലൂടെയോ നമ്മൾ ഒരു പേഴ്സണെ ഒരു കരാറിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കൊയേഷൻ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് നമ്മൾ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 4 ഡിസ്കസ് ചെയ്തു. ദ നെക്സ്റ്റ് ആണ് മിസ്റെപ്രസെൻറ്റേഷൻ. മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റിദ്ധാരണ അല്ലേ? That is false statement made without intent to deceive but lead to a party entering the contract. ഇപ്പം നമ്മളൊരു ഇൻറ്റൻഷൻ ഇല്ലാതെ, അതായത് ഇപ്പോൾ ഒരാളെ നമ്മൾ മനഃപൂർവ്വം അയാളെ കബളിപ്പിക്കണം അല്ലെങ്കിൽ അയാളെ തെറ്റിദ്ധരിപ്പിക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ നമുക്കില്ലാതെ നമ്മളൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന ഒരു പാർട്ടി കരാറിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദാറ്റ് ഈസ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. നമ്മൾ 2021 സെറ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 5 എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ നെക്സ്റ്റ് വോയിഡ് എഗ്രിമെൻ്റ് ആണ്. വോയിഡ് എഗ്രിമെൻറ്റ് നമ്മൾ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ 6 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ നെക്സ്റ്റ് വേജർ. എന്താണ് വേജർ? അപ്പോൾ വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂലി അല്ലേ? അപ്പോൾ ആൻ എഗ്രിമെൻറ്റ് വേർ പാർട്ടീസ് ബെറ്റ് ഓൺ ദി ഔട്ട്കം ഓഫ് ആൻ അൺസേർട്ടൺ ഇവൻറ്റ്. അപ്പോൾ ഒരു അൺസേർട്ടൺ ഇവൻറ്റിൻ്റെ ഔട്ട്കത്തിനെ കുറിച്ചിട്ട് പാർട്ടികൾ തമ്മിൽ ബെറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് വേജർ എന്ന് പറയുന്നത്. ദെൻ 10th ക്വസ്റ്റ്യൻ ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം. സമയപരിധി കഴിഞ്ഞിട്ട് ഒരു കോൺട്രാക്ട് കാലഹരണപ്പെടുന്നതിനെയാണ് ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 7 പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ക്വാണ്ടം ഓഫ് മെറിറ്റ് ആണ്. അതും നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 8 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2021 എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ സ്പെസിഫിക് ഗ്യാരണ്ടി. സ്പെസിഫിക് ഗ്യാരണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 9 പറഞ്ഞു സ്പെസിഫിക് ഗ്യാരണ്ടി. ദെൻ നെക്സ്റ്റ് പോണിയാണ്. അപ്പോൾ പോണി എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ കടം തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പണയം വെച്ചിരിക്കുന്ന വ്യക്തിനെയാണ് എന്ത് പറയുന്നത്? പോണി എന്ന് പറയുന്നത്. എ പേഴ്സൺ ടു ഹൂം ഗുഡ്സ് ആർ പ്ലെഡ്ജ്ഡ് ആസ് എ സെക്യൂരിറ്റി ഫോർ റീപേയ്മെന്റ് ഓഫ് എ ഡെപ്റ്റ്. അപ്പോൾ ഒരു കടം തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് ഗുഡ്സ് നമ്മൾ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ ആണ് പോണി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ആണ്. അതായത് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ഈസ് എ ഡിസഗ്രിമെന്റ് ബിറ്റ്വീൻ എ കൺസ്യൂമർ ആൻഡ് സെല്ലർ ഓർ സർവീസ് പ്രൊവൈഡർ റിഗാർഡിംഗ് ഗുഡ്സ് ഓർ സർവീസസ്. അപ്പോൾ ഗുഡ്സിന് അല്ലെങ്കിൽ സർവീസസിന് ചൊല്ലിയിട്ട് ഇപ്പോൾ ഒരു സെല്ലറോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡറോ അതേപോലെ തന്നെ കൺസ്യൂമറും തമ്മിലുള്ള ഒരു ഡിസഗ്രിമെന്റ്, അതിനെയാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിനെ സംബന്ധിച്ച് ഒരു സെല്ലറും അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ, അതേപോലെ തന്നെ അതിൻ്റെ വിൽപ്പനക്കാരൻ അല്ലെങ്കിൽ സെല്ലർ, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പേഴ്സൺ, അവർ തമ്മിലുള്ള ഒരു വിയോജിപ്പ്, അതായത് ഒരു ഡിസഗ്രിമെന്റ് ആണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആണ്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഫെയർ എന്ന് പറഞ്ഞാൽ അന്യായപരമായിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ്. അപ്പോൾ ദാറ്റ് ഈസ് പ്രാക്ടീസ് ലൈക്ക് ഫോൾസ് അഡ്വർടൈസിങ്, ഡിസിപ്റ്റീവ് പാക്കേജിംഗ് ഓർ മിസ്ലീഡിംഗ് ക്ലെയിംസ് ഹാമിംഗ് കൺസ്യൂമേഴ്സ്. അപ്പോൾ കൺസ്യൂമേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് നൽകുക, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മൾ പാക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ അതായത് ഡിസെപ്റ്റീവ് പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസ്യൂമേഴ്സിനെ പറ്റിക്കുന്ന രീതിയിൽ നമ്മളത് പാക്ക് ചെയ്യുക, ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളത് മിസ്ലീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തിരിയാണ് 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ദ നെക്സ്റ്റ് സെറ്റിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് സെറ്റ് 3 2023 ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ആണ്. നമ്മളിപ്പോൾ ഇതിൽ പറഞ്ഞു കൺസ്യൂമർ ഡിസ്പ്യൂട്ട് 2022 ക്വസ്റ്റ്യൻ പേപ്പറിലെ 14ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ പറഞ്ഞു റെഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സെറ്റ് 2 ക്വസ്റ്റ്യൻ നമ്പർ 40. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏലിയൻ എനിമി. ഏലിയൻ എനിമി നമ്മൾ എവിടെ പറഞ്ഞിട്ടുള്ളത്? ഏലിയൻ എനിമി എന്ന് പറയുമ്പോൾ കപ്പാസിറ്റി ഓഫ് പാർട്ടീസിൽ
പാർട്ടീസിൻ്റെ കപ്പാസിറ്റിയിൽ ഒരു പേഴ്സൺ ആണ് എന്ത് ഏലിയൻ എനിമി എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നോക്കൂ, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ഓഫ് എ കോൺട്രാക്റ്റിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, ദാറ്റ് ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. അതിൻ്റെ എക്സാമ്പിളാണ് എന്ത് ഏലിയൻ എനിമീസിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരാണ് ഏലിയൻ എനിമീസ് എന്നുള്ളതാണ് 2023 നമുക്ക് വന്നിട്ടുള്ള ചോദ്യം. അപ്പോൾ ചോദ്യങ്ങൾ വരുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ ഒരു ഇൻ്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഏലിയൻ എനിമീനെ നമുക്കൊരു സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ഒരു പൗരനെ നമുക്ക് ഏലിയൻ എനിമി എന്ന് പറയാം. ദാറ്റ് ഈസ് എ സിറ്റിസൺ ഓഫ് എ കൺട്രി വിത്ത് വിച്ച് ദി ഹോം കൺട്രി ഈസ് അറ്റ് വാർ ഹൂ കനോട്ട് എൻറ്റർ കോൺട്രാക്ട്സ്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മളുടെ മാതൃരാജ്യം, നമ്മളുടെ ഹോം കൺട്രി എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യ അല്ലേ. അപ്പോൾ ഇന്ത്യ ആയിട്ട് വാറിൽ ഏർപ്പെട്ടിട്ടില്ല, യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തെ പൗരനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ഏലിയൻ എനിമി എന്ന് പറയുന്നത്. അപ്പോൾ സിറ്റിസൺ ഓഫ് എ കൺട്രി വിത്ത് വിച്ച് ദി ഹോം കൺട്രി ഈസ് അറ്റ്. അപ്പോൾ അതിലുള്ള ഒരു പൗരനായിട്ട് നമുക്ക് എന്ത് വെക്കാൻ പാടില്ല, കരാറിൽ ഏർപ്പെടാൻ പാടില്ല. അതാണ് എന്ത് ഏലിയൻ എനിമി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം അല്ലേ. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ ആ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന കരാറാണ്. ദാറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് വേർ വൺ പാർട്ടി പ്രോമിസസ് ടു കോമ്പൻസേറ്റ് ഫോർ ദി ലോസ് കോസ്ഡ് ബൈ അനദർ പാർട്ടി. അപ്പം ഒരു പാർട്ടി പ്രോമിസ് ചെയ്യാണ് എന്ത്, ഇപ്പോൾ ആ മറ്റൊരു പാർട്ടിയായിട്ട് എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പാർട്ടി കാരണം എന്തെങ്കിലും ലോസ് നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോസിന് ഒരു കോമ്പൻസേഷൻ നൽകാം എന്ന് ഒരു പ്രോമിസ് നൽകുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ LLP അഗ്രിമെൻ്റ് ആണ്. LLP അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലീഗൽ ഡോക്യുമെൻറ്റ് ദാറ്റ് ഔട്ട്ലൈൻസ് ദി റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അപ്പോൾ LLP എന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിലെ പാർട്ട്നേഴ്സായിട്ട് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ്സ്, അവരുടെ റൈറ്റ്സ് അവകാശങ്ങൾ, അതേപോലെ തന്നെ അവരുടെ ഡ്യൂട്ടീസ്, അതേപോലെ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ, ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കടമകൾ, അത് വ്യക്തമാക്കുന്ന ഒരു നിയമരേഖയാണ് എന്തെന്ന് പറയുന്നത് LLP എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദറ്റ് ഈസ് ക്രോസ് ഓഫർ എന്താണെന്നുള്ളത്. അപ്പോൾ ക്രോസ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ടു പാർട്ടീസ് മേക്സ് ഐഡൻറ്റിക്കൽ ഓഫേഴ്സ് ടു ഈച്ച് അതർ വിത്തൗട്ട് നോയിങ് ഓഫ് ദി അതേഴ്സ് ഓഫർ. അപ്പോൾ രണ്ട് പാർട്ടീസ് മറ്റൊരാളുടെ ഓഫറിനെ കുറിച്ച് അറിയാതെ അവർ പരസ്പരം സെയിം ഓഫർ നൽകും. ആ ഓഫറിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റിവോക്കേഷൻ. എന്താണ് റിവോക്കേഷൻ? റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അസാധുവാക്കലാണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യുക, ദി ക്യാൻസലേഷൻ ഓഫ് ആൻ ഓഫർ ബൈ ദി ഓഫറർ ബിഫോർ ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ്. അപ്പോൾ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ആ ഓഫർ നിരസിക്കുകയാണ്, ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റിവോക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സിമ്പിൾ ഗ്യാരണ്ടി. സിമ്പിൾ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഗ്യാരണ്ടി ഫോർ എ സിംഗിൾ ട്രാൻസാക്ഷൻ ഓർ ഒബ്ലിഗേഷൻ. അപ്പോൾ ഒരു സിംഗിൾ ട്രാൻസാക്ഷന്, അതായത് ഒരു ഒറ്റ ഇടപാടിന് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഒബ്ലിഗേഷനുള്ള ഒരു ഗ്യാരണ്ടിയാണ് എന്തെന്ന് പറയുന്നത്, സിമ്പിൾ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഓഫർ ആണ്. ഓഫർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓഫർ ദാറ്റ് ഈസ് എ പ്രപ്പോസൽ എന്നുള്ളത് പറഞ്ഞു. എ പ്രപ്പോസൽ മെയ്ഡ് ബൈ വൺ പാർട്ടി ടു അനദർ പാർട്ടി ഷോയിങ് എ വില്ലിങ്നെസ് ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് വില്ലിംഗ് ആണ് എന്ന് കാണിച്ചിട്ട് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് നൽകുന്ന പ്രപ്പോസലിനെയാണ് നമ്മൾ ഓഫർ എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ദെൻ നെക്സ്റ്റ് സബ് ഏജന്റ് ആരാണ്, ഹു ഇസ് എ സബ് ഏജന്റ്? അപ്പോൾ സബ് ഏജന്റ് ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഏജന്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഏജന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഏജന്റ്. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഏജന്റ് ഫുള്ളായിട്ട് ചോദിച്ചു, ഇവിടെ സബ് ഏജന്റ് എന്ന് ചോദിച്ചു. സെയിം ആണ്. എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ആൻ ഏജന്റ് ടു ക്യാരി ഔട്ട് ദി ഏജന്റ്സ് ഡ്യൂട്ടി അണ്ടർ ദി ഒറിജിനൽ കോൺട്രാക്ട് വിത്ത് ദി പ്രിൻസിപ്പൽ. ദ നെക്സ്റ്റ് വെയ്വർ. വെയ്വർ മീൻസ് ദി വോളണ്ടറി റെലിങ്ക്വിഷ്മെന്റ് ഓഫ് എ ലീഗൽ റൈറ്റ്. അതാണ് വെയ്വർ എന്ന് പറയുന്നത്. വെയ്വ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ വെയ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഒഴിവാക്കുന്നത്, ആ പേഴ്സൺ. അതായത് നിയമപരമായിട്ട് നമ്മളൊരു അവകാശം, അതായത് ഒരു ലീഗൽ റൈറ്റ്, നിയമപരമായിട്ടുള്ള ഒരു അവകാശം നമ്മൾ സ്വമേധയാ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, വെയ്വർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെന്റ്. ഗ്രാറ്റിറ്റ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സൗജന്യം, ഫ്രീ ആയിട്ട് എന്നുള്ളത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗജന്യമായിട്ടുള്ള ജാമ്യം. അപ്പോൾ ബെയിൽമെന്റ് ഡൺ വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ ഓഫ്
റിവാർഡ് ഓർ കോമ്പൻസേഷൻ. അപ്പം നമ്മളൊരു പ്രതിഫലമോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള ജാമ്യത്തിനെയാണ് എന്ത് പറയുന്നത്? ഗ്രാറ്റുറ്റസ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണ്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എ കോൺട്രാക്ട് വേർ വൺ പാർട്ടി പ്രോമിസസ് ടു ബി റെസ്പോൺസിബിൾ ഫോർ ദി ഡെപ്റ്റ് ഓർ ഒബ്ലിഗേഷൻ ഓഫ് അനദർ പാർട്ടി. അപ്പോൾ മറ്റൊരു പാർട്ടിന്റെ ഡെപ്റ്റിന്, കടത്തിന് അല്ലെങ്കിൽ അയാളുടെ ഒബ്ലിഗേഷന് ഒരു പാർട്ടി റെസ്പോൺസിബിൾ ആണ് എന്ന് പ്രോമിസ് നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ടി മറ്റൊരാളുടെ കടത്തിനോ അല്ലെങ്കിൽ അയാളുടെ ഒബ്ലിഗേഷൻ ബാധ്യതക്കോ താൻ ഉത്തരവാദിയാണ്, അല്ലെങ്കിൽ ആ പാർട്ടി അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് പ്രോമിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ, എഫക്ട് ഓഫ് കൊയേഷൻ. അപ്പോൾ കൊയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ബലപ്രയോഗം അല്ലേ? അപ്പോൾ എഫക്ട് ഓഫ് കൊയേഷത്തിന്റെ ഒരു ബലപ്രയോഗത്തിന്റെ ഒരു എഫക്ട്, അതിന്റെ ഒരു പ്രഭാവം എന്താണെന്നുള്ളതാണ്. ദാറ്റ് ഈസ് കോൺട്രാക്ട്സ് മെയ്ഡ് അണ്ടർ കൊയേഷൻ ആർ വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി കൊയേഴ്സ്ഡ് പാർട്ടി. അപ്പോൾ ആരെയാണോ നമ്മൾ ബലപ്രയോഗം നടത്തിയ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്നത്, അപ്പോൾ ആ പാർട്ടിക്ക് അത് ഓൾറെഡി എന്താണ്? വോയിഡബിൾ ആണ്. അത് ആ കരാറ് അസാധുവാണ് എന്നർത്ഥം. കോൺട്രാക്ട് അസാധുവാണ്. അതായത് നമ്മൾ ഏത് പാർട്ടീനെയാണോ നിർബന്ധിച്ചിട്ട് ഒരു ഓപ്ഷനിൽ അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു കരാർ ഉണ്ടാക്കിയിട്ടുള്ളത്, അപ്പോൾ ആ കരാറ് അസാധുവാണ് എന്നർത്ഥം. നെക്സ്റ്റ്, വാറണ്ടി ഇൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം എന്താണ് വാറണ്ടി? വാറണ്ടി സെറ്റ് 1 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാറണ്ടി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വാറണ്ടി എന്ന് പറഞ്ഞാൽ എ ഗ്യാരണ്ടി അബൌട്ട് എ പ്രൊഡക്ട്സ് ക്വാളിറ്റി ഓർ ഫിറ്റ്നസ് ഫോർ യൂസ്, ബ്രീച്ച് ഓഫ് വിച്ച് അലോസ് ഫോർ ഡാമേജസ് ബട്ട് നോട്ട് കോൺട്രാക്ട് ക്യാൻസലേഷൻ. അപ്പോൾ ഈ ഒരു മീനിങ്ങിനെ അവിടെ വേറെ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ, പ്രൈവറ്റി ഓഫ് കോൺട്രാക്ട് ആണ്. ഇത് നമ്മൾ പറഞ്ഞതാണ്. ദാറ്റ് ഈസ് ഓൺലി പാർട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ എ കോൺട്രാക്ട് ക്യാൻ എൻഫോഴ്സ് ഇറ്റ്സ് ടേംസ്. പ്രൈവറ്റി ഓഫ് കൺസിഡറേഷൻ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു. 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളടുത്ത് പ്രൈവറ്റി ഓഫ് കോൺട്രാക്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടും, ഒന്ന് കൺസിഡറേഷന്റെ സ്വകാര്യത, ഒന്ന് കോൺട്രാക്ടിന്റെ സ്വകാര്യതയാണ്. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് നോക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പാർട്ട് എയിൽ വന്നിട്ടുള്ളത്, ഒന്ന് വാട്ട് ഡു യു മീൻ ബൈ ദി കപ്പാസിറ്റി ഓഫ് ദി പാർട്ടീസ് ഇൻ എ കോൺട്രാക്ട്, ദെൻ വാട്ട് ഈസ് അൺഡു ഇൻഫ്ലുവൻസ്, വാട്ട് ഈസ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്, വാട്ട് ഈസ് വോയിഡ് എഗ്രിമെന്റ്, ദെൻ what do you mean by discharge of contract by lapse of time, what is quantum merit, what is specific guarantee, define consumer dispute, what is warranty. അതേപോലെ തന്നെ സബ് ഏജന്റ്, അപ്പോൾ ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഏജന്റ്, മറ്റേതിൽ സബ് ഏജന്റ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പെടാത്ത റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് പാർട്ട് എയിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 3 വർഷത്തെയും പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി വെച്ച് പോവാം, ജസ്റ്റ് ഒന്ന് പഠിച്ച് പോവുക. അപ്പോൾ എന്തായാലും അന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഓക്കെ.